ഞാൻ ചെറിയൊരു പരിപാടിക്ക് വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ നിങ്ങൾ എന്നെ കാണുമ്പോൾ അയ്യോ അമ്മക്കിളിയാണോ എന്ന് വിചാരിക്കേണ്ട. അമ്മക്കിളിയുടെ ഷേപ്പെല്ലാം ഇപ്പം മാറി. ഇപ്പോൾ കാണുന്ന അമ്മക്കിളി എല്ലാവർക്കും കുറച്ച് നേരം കൂടെ കഴിഞ്ഞ കേട്ടോ. എന്താണെന്ന് നിങ്ങളെ കാണിക്കട്ടെ. ഞാൻ ചെറുതായിട്ടൊന്ന് നാട്ടി വന്നപ്പോൾ ഒരു ഷേപ്പ് മാറ്റിയേക്കാൻ വിചാരിച്ചിട്ടുള്ള രീതിയാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു രൂപം കിട്ടിക്കാണുമല്ലോ. എന്താ ചെയ്യാൻ പോകുന്ന കിട്ടിയില്ലെങ്കിൽ ലാസ്റ്റ് അറിയാൻ കിട്ടുക എന്താ സംഭവം എന്നുള്ളത്. നിങ്ങൾ വിചാരിക്കും ഹെയർ കട്ടിങ് ആണെന്ന്. ഹെയർ കട്ടിങ് ഉണ്ട്, എന്നാലും അതിൻ്റെ കൂടെ വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഭയങ്കര അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. വന്ന് എൻ്റെ അമ്മോ ഭയങ്കര അടിപൊളി സ്ഥലത്താണ് വന്നെത്തിയത് കേട്ടോ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞ മക്കൾ നിർബന്ധം. ഞാൻ വേറൊരു സ്ഥലമാണ് പോകാൻ തീരുമാനിച്ചത്. അപ്പം എൻ്റെ മക്കൾക്ക് ഞാൻ ഇവിടെ തന്നെ വരണമെന്ന് നിർബന്ധം. ശരി, അവരുടെ നിർബന്ധം നമ്മളങ്ങ് സഹായിച്ചു കൊടുത്തേക്കാം. നാട്ടിൽ വന്നതല്ലേ, അപ്പോൾ ഒരു ചേഞ്ച് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് സമ്മതിച്ചു. അപ്പോൾ പെട്ടെന്ന് ഓടിപ്പിടിച്ച് ഓടി വന്നതാണ്. അപ്പോൾ ഇവിടെ വന്ന് അവർ 4 hours പറഞ്ഞിട്ടുണ്ട്. റിലാക്സായിട്ട് ഇവിടെ ഇരിക്കുക. ഇനിയിപ്പോൾ വേറെ വഴിയില്ലല്ലോ. ഇതൊരു ഫസ്റ്റ് വാഷേ ആയിട്ടുള്ളൂ. ഇനി അത് കഴിയുമ്പോൾ ഇനി ഉണ്ടെന്ന് പറഞ്ഞു വാഷ്. നല്ല സുഖമായിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ നല്ല മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യുമ്പോഴേ നമ്മൾ തന്നെ ചെയ്യുന്നതും വേറൊരാൾ നല്ല മസാജ് ചെയ്യുന്നതും ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ കിടക്കാൻ നല്ല സുഖമാണ്. നല്ല ഉറക്കം വരുന്നുണ്ട്. പക്ഷെ ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ. 5 minute പറഞ്ഞിട്ടുള്ളൂ ഇതിന്. ഇങ്ങനെ ഇരിക്കാൻ പഠിക്കുന്ന 5 minutes. ഏറ്റവും ലാസ്റ്റിൽ എന്താണെന്ന് ഒരു സർപ്രൈസാണ് കേട്ടോ. എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യം കേട്ടോ. പിന്നെ അടുത്ത് എന്തോ ചെയ്ത് തേച്ചിട്ട് മസാജ് ചെയ്തിട്ട് ഇനി 5 minutes. ഇപ്പോൾ 5 minutes പറഞ്ഞു പോയവരെ നമുക്ക് നല്ല സുഖം കേട്ടോ. ഇങ്ങനെ കിടന്നാൽ മതിയല്ലോ. കാര്യം മസാജ് ആകുമ്പോൾ നമുക്ക് അതിന് നല്ലൊരു ഫീലാണ്. 3 minutes നമുക്ക് നല്ല ഉറക്കം വരും. ടയർഡെല്ലാം മാറി. അങ്ങനെ അത് 4 മണിക്കൂറുണ്ടല്ലോ. അപ്പോൾ ഇത് സെക്കൻഡ് ടൈമുള്ള എന്തോ തേച്ചിട്ട് 5 minutes അതങ്ങനെ തേച്ച് വെപ്പിച്ചിരിക്കുക. 5 minute കഴിഞ്ഞ് പിന്നെയും വന്ന ഒരു വെള്ളം ഒഴിച്ച് കഴിവും. എന്തൊക്കെ ചെയ്ത് നമുക്കറിയത്തില്ല. ഇതെവിടാന്ന് മനസ്സിലായോ? കോയമ്പത്തൂരിൽ സായിബാബ കോളനിയിലെ പേജ് 3 ലക്ഷറി യൂണിവേഴ്സൽ സലൂൺ. ഇപ്പോഴാണ് അവർ ശരിക്കുമുള്ള മുടി പിടിച്ച് തിരുമ്മി വലിച്ച് മസാജ് ചെയ്ത്. എൻ്റെ അപ്പോൾ ഒരു രക്ഷയുമില്ല കേട്ടോ. പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു കിട്ടി കേട്ടോ. തല മസാജ് ചെയ്യുമ്പോൾ നല്ല ഉറക്കം വരും. അതാണ് 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പഴയ സ്റ്റേജ് കണ്ടോ? ഇതാണ് ഞാൻ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് ഇരുന്നത്. ഏതാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. കാക്ക കുടിച്ചാൽ പൊക്കാവെന്ന് പറഞ്ഞാൽ എൻ്റെ തല കണ്ടിരിക്കുന്നു. ഉള്ളത് പറയാമല്ലോ. എൻ്റെ തല കിട്ടിയത് അവർ 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലി ആകെ ബഹളമൊക്കെ. 4 പൊടിയുള്ളത് കാണിച്ചു വെച്ചിരിക്കുന്നുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയായിരുന്നു 2 പേര്. എനിക്ക് വേണം എന്നുണ്ട്. ഇന്നിയ 4 അത്രയും മുടിയുള്ളൂ എനിക്ക് കേട്ടോ. എല്ലാവരും കൂടെ കൊത്തി കുറച്ച് ഇങ്ങനെ ഒരു പരുവമാക്കി കേട്ടോ എന്നെ. കണ്ടില്ല എന്തോ പറയാൻ എൻ്റെ കുഞ്ഞുങ്ങളെ. ഞാൻ കണ്ട് ഇവർ അടിയിടുന്ന കണ്ടപ്പോൾ അപ്പോൾ കുറേ മുടിയുള്ളവരായിരുന്നെങ്കിൽ ഇവരെന്തോ ചെയ്തായിരുന്നു. എൻ്റെ ഈ 4.5 മുടിക്ക് ഈ വലിക്കുന്നത് കണ്ടിട്ട് ഇപ്പോൾ ഇത്രയാക്കി. ഇനി അടുത്ത് എന്താണോ ചെയ്യാൻ പോകുന്നത് ദൈവത്തിന് തന്നെ ഒരു പിടിയുമില്ല. പണ്ടാരണ്ട് പറഞ്ഞാൽ ഈ പട്ടിക്ക് ഒരു എല്ല് കിട്ടിയ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പട്ടികളെല്ലാം കൂടെ കൂട്ടം കടിപിടി നടത്തുന്നില്ല എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. നാട്ടിൽ വന്നതല്ലേ, അപ്പോൾ ഒരു ചേഞ്ച് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് സമ്മതിച്ചു. അപ്പോൾ പെട്ടെന്ന് ഓടിപ്പിടിച്ച് ഓടി വന്നതാണ്. അപ്പോൾ ഇവിടെ വന്ന് അവർ 4 hours പറഞ്ഞിട്ടുണ്ട്. റിലാക്സായിട്ട് ഇവിടെ ഇരിക്കുക. ഇനിയിപ്പോൾ വേറെ വഴിയില്ലല്ലോ. ഇതൊരു ഫസ്റ്റ് വാഷേ ആയിട്ടുള്ളൂ. ഇനി അത് കഴിയുമ്പോൾ ഇനി ഉണ്ടെന്ന് പറഞ്ഞു വാഷ്. നല്ല സുഖമായിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ നല്ല മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യുമ്പോഴേ നമ്മൾ തന്നെ ചെയ്യുന്നതും വേറൊരാൾ നല്ല മസാജ് ചെയ്യുന്നതും ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ. പുതിയ ലുക്ക് എങ്ങനെയുണ്ട്? കൊള്ളാമോ? അഭിപ്രായം പറയണേ എല്ലാവരും. നമുക്കിലേക്ക് കണ്ടോ? എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഒരു ചേഞ്ച് കേട്ടോ. എല്ലാവർക്കും ബൈ ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. ഒത്തിരി വിശേഷങ്ങളുണ്ട്. ഞാൻ നാട്ടിൽ വന്നതിൻ്റെ വിശേഷങ്ങളൊക്കെ അതിനിടയ്ക്കാണ് ഞാനിത് പറയുന്നത്. ഉദയപൂർ പോയത്, നാട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. ഇത് ഇടയ്ക്ക് കയറി ഇതിങ്ങനെ ഞാൻ ചെയ്തതുകൊണ്ട് ഞാനിതിനെപ്പറ്റി നിങ്ങൾക്കൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോ എല്ലാം ഞാൻ നാട്ടിൽ വന്നതിൻ്റെ വിശേഷങ്ങളായിരിക്കും കേട്ടോ.